സ്ഥലം ബാംഗ്ലൂരിലെ വിക്ടോറിയ ഹോസ്പിറ്റൽ. രാത്രിയോ പകലോ എന്നറിയാത്ത വിധം മരവിച്ച ഒരു അന്തരീക്ഷം. പതിവ് പോലെ തിരിച്ചറിയപ്പെടാത്ത, അവകാശികളില്ലാത്ത അനാഥ ശവശരീരങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന ഇടത്തേക്ക് ആ 12 വയസ്സുകാരൻ നടന്നെത്തി. ഒരു ചാക്കെടുത്ത് പ്രയാസപ്പെട്ട് ചുമലിലേറ്റി കാലപ്പഴക്കം ചെന്ന കുതിരവണ്ടിയിലേക്ക് ആ മൃതദേഹം കിടത്തി. ചാക്കിൻ്റെ വിടവിലൂടെ മുഖത്തിൻ്റെ ഒരു ഭാഗം അവൻ കണ്ടു. സംശയം തോന്നിയ അവൻ ചാക്കിൻ്റെ കെട്ടഴിച്ചു. ഒരു തരിപ്പ് അവൻ്റെ ദേഹമാസകലം ബാധിച്ചു. എന്താണ് അവൻ കണ്ടത്? ആരായിരുന്നു ആ കുട്ടി? സുഹൃത്തുക്കളെ, KKG ഇഫക്റ്റിൻ്റെ 206 എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ നേരത്തെ കണ്ട ആ പയ്യൻ മഹാദേവനായിരുന്നു. അവന് വെറും 7 വയസ്സുള്ളപ്പോഴാണ് അവൻ്റെ അമ്മയ്ക്ക് ഗുരുതരമായ രോഗം ബാധിക്കുന്നത്. ചികിത്സയ്ക്കായി അമ്മയുമായി അവൻ ബാംഗ്ലൂർ വിക്ടോറിയ ഹോസ്പിറ്റലിൽ എത്തി. കയ്യിൽ കാശില്ല, തുണയായി ആരുമില്ലാത്ത അവസ്ഥ. ദിവസങ്ങളോളം ആശുപത്രിയിൽ കഴിഞ്ഞെങ്കിലും ഒടുവിൽ ആ അമ്മ മരണത്തിന് കീഴടങ്ങി. അമ്മ മരിച്ച വിവരം പോലും ആ കൊച്ചുകുട്ടി അറിഞ്ഞില്ല. ഒടുവിൽ അമ്മയെ തിരഞ്ഞു ചെന്ന അവനോട് അധികൃതർ പറഞ്ഞു, ആ മൃതദേഹം എപ്പോഴോ സംസ്കരിച്ചു കഴിഞ്ഞു എന്ന്. സ്വന്തം അമ്മയുടെ മുഖം അവസാനമായി ഒന്ന് കാണാൻ പോലും കഴിയാതെ ഹോസ്പിറ്റലിൽ വരാന്തയിലിരുന്ന് കരഞ്ഞ ആ 7 വയസ്സുകാരൻ്റെ കൈപിടിച്ചത് മറ്റാരുമായിരുന്നില്ല, ആ ഹോസ്പിറ്റലിലെ അനാഥ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്ന താത്തയായിരുന്നു. താത്ത എന്ന് വച്ചാൽ മുത്തച്ഛൻ. അയാളെ എല്ലാവരും അങ്ങനെയാണ് വിളിച്ചിരുന്നത്. ഈ പയ്യൻ അനാഥനാണെന്ന് മനസ്സിലാക്കിയ താത്ത അവനെ നെഞ്ചോട് ചേർത്ത് കൂടെ കൂട്ടി. മൃതദേഹങ്ങൾ സംസ്കരിക്കുന്ന ജോലിയിൽ തൻ്റെ സഹായിയാക്കി. വർഷങ്ങൾ കഴിഞ്ഞു. താത്തയ്ക്ക് വയസ്സായി. മഹാദേവൻ കുട്ടിയായിരുന്നെങ്കിലും മൃതദേഹങ്ങൾ ഒരുവിധം ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തിയായി. അതിനിടയിൽ താത്ത രോഗബാധിതനാകുന്നു. താത്തയെ വിക്ടോറിയ ഹോസ്പിറ്റലിലാക്കി അവൻ തൻ്റെ ജോലി തുടർന്നു. ഒരു ദിവസം പതിവ് പോലെ ചാക്കിൽ കെട്ടിയ ഒരു ശവം കുതിരവണ്ടിയിലേക്ക് എടുത്തു കിടത്തി. സംശയം തോന്നി ചാക്കിൻ്റെ കെട്ടഴിച്ചപ്പോഴാണ് അവൻ തരിച്ചു പോയത്. അത് അവൻ്റെ താത്തയായിരുന്നു. അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, എൻ്റെ താത്ത അനാഥനല്ല, താത്തയ്ക്ക് ഞാനുണ്ട്. അവൻ പുതുവസ്ത്രങ്ങളും മാലയും പൂക്കളും വാങ്ങി വലിയ ബഹുമാനത്തോടും ആദരവോടും കൂടി ആ മൃതദേഹം സംസ്കരിച്ചു. മഹാദേവന് അതൊരു വലിയ തിരിച്ചറിവായിരുന്നു. ഈ ഭൂമിയിൽ ആരും അനാഥരല്ല എന്ന തിരിച്ചറിവ്. പിന്നീട് അവൻ്റെ മുന്നിലെത്തിയ എല്ലാ മൃതദേഹങ്ങളെയും ശരീരത്തിലെ എന്തെങ്കിലും അടയാളം നോക്കി ജാതി ഊഹിച്ച് ആ മതാചാരപ്രകാരം തന്നെ ആദരവോടെ സംസ്കരിക്കാൻ തുടങ്ങി. മഹാദേവൻ ചെയ്യുന്ന ഈ പുണ്യപ്രവൃത്തി ലോകം അറിയാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ അസാധാരണമായ ഈ ജീവകാരുണ്യ പ്രവർത്തനം കണ്ട് സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളും പൊതുജനങ്ങളും ഒന്നായി അദ്ദേഹത്തിന് നൽകിയ വലിയൊരു ബഹുമതിയും ആദരവുമായിരുന്നു കലിയുഗ ത്രിവിക്രമൻ എന്ന പട്ടം. ഈ ഒരു വിശേഷണത്തിൽ നിന്നാണ് മഹാദേവൻ ത്രിവിക്രമ മഹാദേവനായി മാറിയത്. അനവധി പുരസ്കാരങ്ങൾ മഹാദേവനെ തേടിയെത്തി. അതിലൊന്നിലും ഭ്രമിക്കാതെ തൻ്റെ കർത്തവ്യത്തിൽ അദ്ദേഹം മുഴുകി. ത്രിവിക്രമ മഹാദേവ 2022 ജൂലൈ 14 ശ്വാസകോശ ക്യാൻസർ ബാധിച്ച് മരിക്കുമ്പോൾ 88,888 അനാഥ പ്രേതങ്ങളെ അദ്ദേഹം ആദരവോടെ സംസ്കരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ മക്കൾ അച്ഛൻ്റെ വേർപാടിന് ശേഷവും അദ്ദേഹം കാട്ടിക്കൊടുത്ത ആ സ്നേഹത്തിൻ്റെ പാതയിലൂടെ ഇന്നും ആ ദൗത്യം തുടർന്നു പോരുന്നു. മക്കളിലൂടെ ആ കൈകൾ ഇന്നും അനാഥർക്ക് അന്ത്യവിശ്രമമൊരുക്കാൻ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ മഹാദേവൻ ഇന്നും ജീവിക്കുന്നു ആ നന്മയുടെ ഒഴുക്കിലൂടെ. ഈ മഹാത്മാവിനെ ഒന്ന് കണ്ട് ആ കൈകളിൽ ഒന്ന് തൊടണം എന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ സാധിച്ചില്ല. എൻ്റെ ഒരു സുഹൃത്തിന് ആ ഭാഗ്യം ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കടമെടുത്താൽ, വലിയ പ്രതിഭകൾക്ക് ഹസ്തദാനം നൽകുമ്പോഴുള്ളതിലും ഹർഷപുളകിതമായിരുന്നു ഈ മഹാത്മാവിനെ ഒരു വട്ടം ഹസ്തദാനം ചെയ്യാൻ കഴിഞ്ഞപ്പോൾ. ആ സുഹൃത്തിനെ ഞാൻ ഏറെ ബഹുമാനത്തോടെയാണ് അന്ന് ആലിംഗനം ചെയ്തത്. സാധാരണഗതിയിൽ നമ്മളൊക്കെ ഒന്ന് തൊടാൻ പോലും അറയ്ക്കുന്ന മൃതദേഹങ്ങൾ, അവയെപ്പോലും നെഞ്ചോട് ചേർത്ത് എത്രയോ ആദരവോടെയാണ് ഈ മനുഷ്യൻ സംസ്കരിച്ചത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ളത് ഒന്നേയുള്ളൂ. അവകാശികൾ ആരുമില്ലാത്ത ശവങ്ങൾക്ക് ഇത്രയും ആദരവ് ഒരാൾക്ക് നൽകാൻ കഴിയുമെങ്കിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ നമ്മൾ എത്രത്തോളം സ്നേഹിക്കണം, എത്രത്തോളം ചേർത്ത് നിർത്തണം. ത്രിവിക്രമ മഹാദേവൻ്റെ ജീവിതം നമ്മുടെയൊക്കെ കണ്ണു തുറപ്പിക്കട്ടെ. സ്നേഹപൂർവം KKG.